നമ്മൾ ഇന്നുള്ളത് തമിഴ്നാട്ടിലെ കമ്പത്താണ്. കമ്പത്ത് നിന്ന് കുമളിയിലേക്കൊരു ബസ് യാത്രയ്ക്കായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡിനകത്ത് കയറിയപ്പോൾ ധാരാളം തമിഴ്നാട് ബസ്സുകൾ കുമളിക്ക് പോകാൻ തയ്യാറായി കിടപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു KSRTC ബസ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കമ്പത്ത് നിന്ന് കുമളിയിലേക്ക് പോകുന്ന ഒരു ബസ്സാണിത്. കുമളി ഡിപ്പോയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കുമളിയിലേക്ക് പോകാം. സൈഡിലായിട്ട് കുമളി കമ്പം എന്ന ബോർഡുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നല്ല രീതിയിൽ വലിപ്പത്തിൽ മലയാളത്തിലും തമിഴിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെന്തായാലും ആളുകൾക്ക് ഉപകാരപ്രദമാണ്. നല്ല വൃത്തിയുള്ള ബോർഡുകളുമാണ്. 4:45 കഴിഞ്ഞതോടുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് പിടിച്ചിട്ടു. അതിനുശേഷം ഒരു 4:53 കഴിഞ്ഞതോടുകൂടി നമ്മൾ കുമളി ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. കമ്പം സ്റ്റാൻഡിൽ നിന്ന് കുമളിയിലേക്ക് ഏകദേശം 24 കിലോമീറ്ററാണുള്ളത്. കമ്പത്ത് നിന്ന് നമ്മൾ ഗൂഡല്ലൂർ ലോവർ ക്യാമ്പ് വഴിയാണ് കുമളിയിലേക്ക് പോകുന്നത്. കമ്പത്ത് നിന്ന് കുമളിയിലേക്ക് ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മുടെ ഈ സർവീസ് എന്ന് പറയുന്നത് ഓർഡിനറി സർവീസാണ്. അതുകൊണ്ട് തന്നെ 20 രൂപ മാത്രമാണ് കമ്പത്ത് നിന്ന് കുമളിയിലേക്ക് പോകുവാനായിട്ട് നമുക്കാകുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കേരളത്തിലെ കുമളി ഗ്രാമപഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കമ്പം എന്ന് പറയുന്നത്. കേരളത്തിലെ കുമളിയിലേക്കും കട്ടപ്പനയിലേക്കും നെടുങ്കണ്ടത്തേക്കും കമ്പത്ത് നിന്ന് നിരവധി ആളുകളാണ് ദിവസേന കച്ചവടത്തിനും മറ്റുമായി പോയി വരുന്നത്. നേരെ തിരിച്ച് കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ കമ്പത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സർവീസാണിത്. കമ്പം ടൗണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു. കമ്പം ബൈപ്പാസും ടൗണിൽ നിന്ന് വരുന്ന റോഡും കഴിഞ്ഞാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് MSR ഗ്രേപ്സ് എന്ന് പറയുന്നത്. കമ്പം മുന്തിരിത്തോട്ടങ്ങളാൽ പ്രസിദ്ധമാണ്. അത്തരത്തിൽ കമ്പത്ത് വരുന്ന വിനോദസഞ്ചാരികളെല്ലാം സന്ദർശിക്കാറുള്ളൊരു ഫാമാണ് നമ്മളിപ്പോൾ കണ്ട MSR ഗ്രേപ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി മുന്തിരിത്തോട്ടങ്ങൾ നമ്മുടെ കമ്പത്തും പരിസര പ്രദേശങ്ങളിലുമായിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗുഡല്ലൂരിലാണ്. ഗുഡല്ലൂരിൽ നിന്നും തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ സുരുളി ഫാൾസിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയിലാണ് സുരുളി ഫാൾസിൽ പോകേണ്ടത്. നമുക്ക് കമ്പത്ത് നിന്ന് നേരിട്ടും സുരുളി ഫാൾസിലേക്ക് പോകാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും സുരുളി ഫാൾസിലേക്ക് തിരിഞ്ഞു പോകാവുന്നതാണ്. കമ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. എങ്കിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഏകദേശം ഗുഡല്ലൂർ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. നമ്മൾ മുന്നോട്ട് പോകുന്തോറും മഴയുടെ കാഠിന്യം കൂടി വരികയാണ്. എങ്കിലും ആരും ഷട്ടർ ഒന്നും ഇട്ടിട്ടില്ല. കാരണം നല്ല സ്പീഡിലാണ് നമ്മുടെ ബസ് പോകുന്നത്. മഴത്തുള്ളികളെല്ലാം തട്ടിത്തെറിച്ച് പുറകിലേക്ക് പോവുകയാണ്. മുൻപ് പലതവണ ഈ റൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു ദിവസം ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് ആദ്യമായിട്ടാണ്. സാധാരണയായിട്ട് തമിഴ്നാട്ടിൽ മഴ കുറവായതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാഴ്ച എനിക്കെന്തായാലും കൗതുകമുണർത്തുന്നതാണ്. ദൂരെ പശ്ചിമഘട്ട മലനിരകളിലെല്ലാം മഴ പെയ്തുറങ്ങുന്നുണ്ട്. നമുക്ക് മുന്നിലായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഭാഗവും ഇടതുവശത്തായിട്ട് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളും കാണാവുന്നതാണ്. ഈ കമ്പത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പം ഒരു മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അതായത് ഇടതുവശത്ത് ഏകദേശം തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള മലനിരകൾ നമ്മുടെ മേഘമല ഭാഗമൊക്കെയും മുൻഭാഗത്തായിട്ട് നമ്മുടെ കേരളത്തിന്റെ മലനിരകൾ കുമളിയും കട്ടപ്പനയും അടക്കമുള്ള ഭാഗങ്ങളാണ് മുൻഭാഗത്തായിട്ടുള്ളത്. മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുവരുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതോൽപാദനം നടത്തുന്ന പെരിയാർ പവർ സ്റ്റേഷനാണ് ഈ ഇടതുഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയും അല്ലാതെ കനാലുകൾ വഴിയും തമിഴ്നാട്ടിലേക്ക് ജലം എത്തിക്കുന്നുണ്ട്. കൃഷിക്കും വൈദ്യുത ഉൽപാദനത്തിനുമായിട്ടാണ് അവ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിലായിട്ട് നമുക്ക് ആ പെൻസ്റ്റോക്ക് പൈപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ പോകുന്നത് ലോവർ ക്യാമ്പിലേക്കാണ്. ലോവർ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് 10 കിലോമീറ്ററോളം നമ്മൾ മല കയറി ഹെയർപിൻ ബെൻഡുകളുമൊക്കെ പിന്നിട്ടാണ് കുമളിയിൽ എത്തുന്നത്. നമ്മൾ കുമളിയിൽ എത്തുമ്പോൾ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കുമളിയിലേക്കാണ്. നമ്മൾ മല കയറി അവിടെ ചെല്ലുമ്പോൾ ഈ മല കയറുന്നത് മുഴുവൻ നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയിലൂടെയാണ്. മല കയറി നമ്മൾ ചെന്ന് കുമളിയിൽ എത്തുന്നത് തമിഴ്നാടിൻ്റെ കുമളി പട്ടണത്തിലേക്കാണ്. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുമളിയിലേക്ക് പ്രവേശിക്കുന്നത്. കമ്പം എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടങ്ങളാൽ പ്രസിദ്ധമാണ്. എന്നാൽ കമ്പത്ത് മുന്തിരി കൃഷി മാത്രമല്ല ഉള്ളത്. നമുക്ക് ഈ പോകുന്ന വഴിയിലെല്ലാം കാണാം നിരവധി തെങ്ങിൻ തോപ്പുകളും വാഴത്തോപ്പുകളും മുളകിൻ്റെ കൃഷിയും ഒക്കെയായിട്ട് കമ്പത്ത് നിരവധി കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇടതുവശത്ത് കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ലോവർ ക്യാമ്പിൽ എത്തുകയും അവിടെ നിന്ന് നിരവധി ഹെയർപിൻ ബെൻഡുകൾ കയറിയാണ് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോകുന്നത്. NH 183 കൊല്ലം തേനി ദേശീയപാതയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.
കുമളിയിൽ നിന്ന് തേനിയിലേക്ക് നീളുന്നത് NH-183 ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. നമ്മുടെ കേരളത്തിലെ കൊല്ലത്ത് നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ തേനിയിലാണ് NH-183 അവസാനിക്കുന്നത്. നമ്മളങ്ങനെ ലോവർ ക്യാമ്പിലേക്ക് അടുക്കുകയാണ്. ഇവിടെയായിട്ട് ലോവർ ക്യാമ്പിൻ്റെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഇവിടെ നിന്ന് നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ. ആ ലോവർ ക്യാമ്പിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അംബേദ്കർ കോളനി ബസ് സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെയായിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ ലോവർ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പേര് പോലെ തന്നെ ലോവർ ക്യാമ്പ് അടിവാരത്തുള്ള ഒരു ക്യാമ്പ് പോലെ. അതായത് നമ്മൾ കുമളിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ കടകളോ ഒന്നും നമുക്ക് ആ വഴിയിൽ കാണാൻ സാധിക്കുകയില്ല. പിന്നീട് മലയിറങ്ങി ഇവിടെ വരുമ്പോഴാണ് കടകളുമൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരെ അവർ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അനുവദിക്കുകയുള്ളൂ. അതിന് കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ജലം പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൂടാതെ കനാൽ ശൃംഖലകളും അതിനിടയിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിലൊന്നും തമിഴ്നാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കടകളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെയായിട്ടാണ്, താഴ്വാരത്ത്. പിന്നീട് മുകൾ ഭാഗത്ത് നമ്മുടെ കുമളിയിലുമാണ് കൂടുതൽ കടകളൊക്കെ ഉള്ളത്. തമിഴ്നാട് വനം വകുപ്പിൻ്റെയും തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കീഴിലാണ് ഈ കാണുന്ന ഭൂമിയൊക്കെ. അതുകൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഒരു പ്രോപ്പർട്ടിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. കൂടാതെ അവരുടെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണാൻ സാധിക്കുന്നത്. മല കയറി തുടങ്ങിയിട്ടും മഴ അവസാനിച്ചിട്ടില്ല. എന്നാൽ കൂടുന്നോ കുറയുന്നോ ഇല്ല. താഴെ എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ പെയ്ത് മുകളിലേക്ക് പോവുകയാണ്. റോഡിന് അത്യാവശ്യം വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സൈഡിൽ കുഴിയിലൊന്നും വീഴാതിരിക്കാനായിട്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുമുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു മലയുടെ മുകളിൽ നിന്ന് 4 വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ ജലം താഴെ അടിവാരത്തേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമാണ്. കമ്പത്ത് നിന്ന് കുമളിയിലേക്ക് പോകുമ്പോൾ ഒരു ഹെയർപിൻ ബെൻഡിലായിട്ടുള്ള ആരാധനാലയമാണ്. പേര് വഴിതുണമാത. പണ്ടൊരു KSRTC ബസ്സും തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സും ഈ ഒരു ഹെയർപിൻ ബെൻഡ് വളഞ്ഞു വരുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പെൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നു പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തമിഴ്നാട് ഈ പാതയിൽ നടത്താറില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും റോഡിന് വീതി വളരെയധികം കുറവാണ്. മഴ ഇങ്ങനെ തുള്ളി മുറിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിലയിടത്ത് കോടയും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സൈൻ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് 20 km/h ആണ് ഇവിടുത്തെ വേഗപരിധി എന്നാണ്. അത്രയ്ക്ക് അപകടം പിടിച്ചൊരു പാതയാണിത്. വീതി കുറവായതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും വേഗതയിലെത്തുകയും അപകടങ്ങൾ സംഭവിക്കുകയും പതിവായതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ വേഗപരിധി 20 km കുറച്ചിരിക്കുന്നത്.
ഒരല്പം അപകടം പിടിച്ച വളവാണ്. പണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു ഇതുവഴി വളഞ്ഞിറങ്ങി പോകാനായിട്ട്. നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ അടി തട്ടിയായിരുന്നു ഇതുവഴി താഴേക്ക് ഇറങ്ങി പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെയും നമുക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ ഭാഗങ്ങൾ കാണാം. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി കൊണ്ടുപോകുന്നത് കൂടാതെ കനാലുകൾ വഴി വെള്ളം കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള കനാല് വഴി കൊണ്ടുപോകുന്ന ജലത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് അവിടെയുള്ളത്. ഇവിടെയും 20 km/h വേഗപരിധി കാണിച്ചിരിക്കുന്നത്. ശബരിമല സീസൺ സമയത്ത് വളരെയധികം ആക്റ്റീവ് ആകുന്ന ഒരു പാതയാണിത്. നമ്മുടെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ കുമളി വഴി ശബരിമലയിലേക്ക് പോകുവാനായിട്ട് ഈ ഒരു പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. കാണുന്ന വനത്തിനുള്ളിലായിട്ട് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഓഫീസുകൾ നിലവിലുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ജനങ്ങൾക്ക് പ്രവേശനമില്ല. അതിന് കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നു പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെയാണ്. ഈ കാണുന്ന ഗേറ്റിനപ്പുറത്തേക്ക് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണെന്ന് തോന്നുന്നു. അവിടെ ബോർഡ് കാണാം. അതിനകത്തായിരിക്കണം കനാലിൻ്റെ ഷട്ടറുകളും പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. വിവിധ ഓഫീസുകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളങ്ങനെ കുമളി പട്ടണത്തിലേക്ക് അടുക്കുകയാണ്. ഇതെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണ്. ഇവിടെയായിട്ട് നിരവധി ബസ്സുകൾ കാണാം. സ്ലീപ്പർ ബസ്സുകളും ദീർഘദൂര ബസ്സുകളും അടക്കം ഇവിടെയായിട്ടാണ് വന്ന് പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിനകത്തേക്ക് പെർമിറ്റ് ഇല്ലാത്ത ബസ്സുകളെല്ലാം ഇവിടെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള റോഡിന് സൈഡിലായിട്ടാണ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ ഭാഗമായ ഈ ബസ് ഡിപ്പോയിൽ നിന്ന് നിരവധി സ്ഥലങ്ങളിലേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ്. ബാംഗ്ലൂർ, നാഗർകോവിൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസുകളുണ്ട്. 15 മിനിറ്റ് ഇടവേളകളിൽ ഇവിടുത്തെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കമ്പത്തിനും ബസ്സുകൾ ലഭ്യമാണ്. അഥവാ നിങ്ങൾ ഇനി കുമളിയിൽ വന്നിട്ട് കമ്പത്ത് പോകണമെങ്കിൽ ജസ്റ്റ് ആ ചെക്ക് പോസ്റ്റ് നടന്ന് ഇപ്പുറത്തേക്ക് വരികയും ഇവിടെ നിന്ന് കയറി തമിഴ്നാട് ബസ്സിൽ കമ്പത്തേക്ക് പോകാവുന്നതുമാണ്. നമ്മളങ്ങനെ കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം കാണുന്ന ഇതാണ് നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. സമയം 5:38 ആയിട്ടുണ്ട്. നമ്മൾ കുമളിയിൽ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ ബസ് നമ്മളോട് യാത്ര പറഞ്ഞ് ചക്കുവള്ളത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.